ലാവൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അതിനാവശ്യമായ 1 കിലോ ബീഫ്, എല്ലോട് കൂടിയ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. പുതിന ഇല, മല്ലിയില, 4 ഉള്ളി, 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ നേർപകുതി മാത്രമേ എപ്പോഴും നമ്മൾ ഇഞ്ചി എടുക്കാൻ പാടുള്ളൂ. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരാൾക്കാരുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു. ഇപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിനകത്തേക്ക് ഉള്ളി ഇടുക. ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയാലും മതി, കാരണം നമ്മൾ ഇതിനകത്തേക്ക് ബീഫ് ഇടുന്നതാണ്. വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നല്ലോണം വഴറ്റണം എന്നില്ല, ജസ്റ്റ് ഒന്ന് പച്ചമണം പോയാൽ മാത്രം മതി. അതിനുശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേറൊരു ദിവസം ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുക, കാരണം ബിരിയാണി റൈസിൻ്റെ കൂടെ ആകുമ്പം നല്ല ഉപ്പ് വേണം. ഇതിന് ശേഷം ഇതിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് ബീഫിൽ തന്നെ ഇറങ്ങി വരുന്നതായിരിക്കും. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ നമുക്ക് അടച്ചു വെക്കാം. ഒരു 6-7 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അത് ഓരോ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചായിരിക്കും. നമ്മളെ മസാല ഒന്ന് തുറന്നു നോക്കാം. കുക്കർ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ബീഫിൽ അത്യാവശ്യം വെള്ളമുണ്ട്, നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ബീഫിൽ നിന്ന് തന്നെ വരും. ഇതിനകത്തേക്ക് 1 കൈപ്പിടി മല്ലിയില ചേർക്കുക. 2 ടേബിൾ സ്പൂൺ പുതിന ഇല ചേർക്കുക. 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇതിനകത്തേക്ക് 1 നാരങ്ങ പിഴിയുക.
നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ഇതിനകത്ത് ഉപ്പ് കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളക്കണം. അപ്പം നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. ഇതിൻ്റെ അടച്ച് വെക്കുക. കുക്കർ മൂടിയിട്ടിട്ട് തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും. ഇനി നമുക്ക് റൈസിന് ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയും കൂടെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക അതിനകത്തേക്ക്. ഒരു 6 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കണം ഇതിൻ്റെ കൂടെ. ആദ്യം നമുക്കിതിനകത്തേക്ക് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി പെട്ടെന്ന് എടുക്കണം, അല്ലേ കരിഞ്ഞു പോകും. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പിടുക. റോസ്റ്റഡ് അണ്ടിപ്പരിപ്പാണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടെടുത്താൽ മതി. എൻ്റെതിപ്പോൾ റോസ്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട്. അതെനി കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ആ സമയത്ത് ഫ്ലെയിം ലോയിലേക്ക് വെക്കുക. ഇനി ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, വളരെ നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുക. ഇത് നമ്മളെ ചോറിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഫുള്ളായിട്ട് കൂട്ടി വെക്കുക ഉള്ളി ഇട്ടതിന് ശേഷം. നല്ല ഉള്ളി നല്ല മുരിഞ്ഞ് കിട്ടും. അപ്പം നമ്മളെ ഉള്ളി മുരിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം മാറ്റാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റൈസിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അടുത്ത നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെക്കുക. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി.
അതിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും റൈസിന്. റൈസ് ഇവിടെ ഞാൻ കഴുകി വെള്ളം വാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക, കഴുകി വെച്ച റൈസ്. ഫുൾ ഫ്ലെയിമിൽ വെക്കുക. റൈസ് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ റൈസ് ഒട്ടിപ്പിടിക്കത്തില്ല. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അനുപാതത്തിൽ ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂടി വെക്കുക. ഫ്ലെയിം ലോയിൽ വെക്കുക. അതിനുശേഷം ഇവിടെ ഒരു ടിഷ്യൂ വെച്ചിട്ട് അടക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് ആവി പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ നമ്മളെ റൈസ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, തുറന്ന് നോക്കുക. റൈസ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് ദമ്മിടാം. നമ്മളെ ഗ്രേവി തുറന്ന് നോക്കാം. ദമ്മിടണമെങ്കിൽ ആദ്യം ഗ്രേവി പകുതി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇത്ര പോരെ മതിയാവും. ബാക്കി ഇതിനകത്ത് തന്നെ വിടുക. കുക്കറിൽ ദമ്മിടുന്നതായിരിക്കും വളരെ നല്ലത്. റൈസ് കുക്കറിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല മുകളിൽ ഇടുക. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയും കൂടെ ഉള്ളത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ച മസാല ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക.
ബാലൻസ് വന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ദമ്മിടുക. വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ദമ്മിട്ടതായിട്ടുണ്ട്. നമ്മൾക്ക് തുറന്നു നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുകളിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ തലശ്ശേരി ബീഫ് ദം ബിരിയാണി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.